2. ഖുർആനിലെ വിജ്ഞാനങ്ങൾ. അത്യഗാധമായ ഒരു വിജ്ഞാന മഹാസാഗരമത്രേ വിശുദ്ധ ഖുർആൻ. ബുദ്ധിശക്തിയും പരിശ്രമവും അനുസരിച്ച് അതിൽ നിന്ന് വിജ്ഞാനങ്ങൾ കരസ്ഥമാകുന്നു. ഉദ്ദേശ്യലക്ഷ്യങ്ങളും താൽപ്പര്യവും അഭിരുചിയും ഭാഗ്യവും അനുസരിച്ച് അതിൽ ഏറ്റക്കുറവുണ്ടായിരിക്കും. ഓരോ ആവർത്തി പരിശോധിക്കുമ്പോഴും മുമ്പ് ലഭിക്കാത്ത വിഭവങ്ങൾ പലതും വായനക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഒരു വൈയാകരണന് വ്യാകരണ പാഠങ്ങൾ കൂടുതൽ ലഭിക്കുമ്പോൾ ഒരു സാഹിത്യകാരന് സാഹിത്യത്തിലേക്ക് മുതൽക്കൂട്ടുകൾ ധാരാളം ലഭിക്കുന്നു. ഒരു മതോപദേഷ്ടാവിന് സതുപദേശങ്ങളും താക്കീതുകളുമാണ് കൂടുതൽ കണ്ടെത്തുവാൻ സാധിക്കുന്നതെങ്കിൽ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന് കർമ്മപരമായ നിയമനിർദ്ദേശങ്ങളും സൂചനകളുമായിരിക്കും അധികം കണ്ടെത്തുവാൻ കഴിയുക. ഒരു സമുദായ നേതാവിന് അനേകം സാമൂഹ്യ നിയമങ്ങളും ഭരണമുറകളും പഠിക്കുവാൻ കഴിയുന്ന അതേ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു താർക്കികന് തർക്കശാസ്ത്ര വിജ്ഞാനങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഭയഭക്തിയും പരലോക വിശ്വാസങ്ങളും അടിയുറച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് സത്യവിശ്വാസവും സന്മാർഗവും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് അവിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോട്ടമിടുകയും നിഷേധ മനസ്സോടുകൂടി വീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ലതാനും. അങ്ങനെ ശാസ്ത്രവീക്ഷകന് ശാസ്ത്രീയ വിജ്ഞാനങ്ങളും ബുദ്ധിമാന് ബുദ്ധിവികാസവും സഹൃദയന് സൽക്കർമ്മവാഞ്ചയും അത് പ്രദാനം ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, അഥവാ ഈ ഗ്രന്ഥത്തിൽ നാം യാതൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വം, അവൻ്റെ ഏകത്വം, മരണാനന്തര ജീവിതം, പരലോക രക്ഷാ ശിക്ഷകൾ, വിശുദ്ധ ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെയും സത്യത ആദിയായ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങളാണ് ഖുർആനിലെ മുഖ്യ പ്രതിപാദ്യം. ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളെ പലരും പലവിധത്തിൽ ഭാഗിക്കാറുണ്ടെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവയെല്ലാം താഴെ കാണുന്ന 5 ഇനങ്ങളിൽ ഉൾപ്പെട്ടതാകുന്നു. 1. അൽ അഹ്കാം, അഥവാ മതനിയമങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, ഗാർഹികവും സാമൂഹികവുമായ കാര്യങ്ങൾ തുടങ്ങി ജീവിതവശങ്ങളെ ബാധിക്കുന്ന വിധിവിലക്കുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മതനിയമങ്ങൾ 5 തരത്തിലാണുള്ളത്. 1. അൽ വാജിബ്, നിർബന്ധം അഥവാ ഉപേക്ഷിക്കുവാൻ പാടില്ലാത്തത്. 2. അൽ മന്ദൂബ്, ഐച്ഛികം അഥവാ നിർബന്ധമല്ലാത്തതും അനുഷ്ഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. 3. അൽ മുബാഹ്, അനുവദനീയം അഥവാ അനുഷ്ഠിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാവുന്നത്. 4. അൽ മക്റൂഹ്, അനഭിലഷണീയം അഥവാ വിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉപേക്ഷിക്കുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. 5. അൽ ഹറാം, നിഷിദ്ധം അഥവാ നിരോധിക്കപ്പെട്ടത്. ഈ 5 വിധികൾ അൽ അഹ്കാമു ശർഇയ്യ അഥവാ ശരീഅത്ത് വിധികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വിഭാഗത്തെപ്പറ്റി വിശകലനം ചെയ്യുന്ന വിജ്ഞാനശാസ്ത്രത്തിനാണ് ഇൽമുൽ ഫിഖ് അഥവാ ഇസ്ലാമിലെ കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. 2. ന്യായവാദങ്ങളും വിമർശനങ്ങളും, അതായത് സത്യനിഷേധികളുടെ വാദങ്ങൾ ഉദ്ധരിച്ച് ഗണ്ണിക്കുക, അവരുടെ ന്യായവാദങ്ങൾക്ക് മറുപടി പറയുക, അവയുടെ നിരർത്ഥത സ്ഥാപിക്കുക മുതലായവ. ഖുർആൻ അവതരിക്കുമ്പോൾ അതിൻ്റെ എതിരാളികൾ പ്രധാനമായി 4 കൂട്ടരായിരുന്നു. മുശ്രിക്കുകളും അഥവാ ബഹുദൈവ വിശ്വാസികളും, യഹൂദരും ക്രിസ്ത്യാനികളും, മുനാഫിക്കുകളും അഥവാ കപടന്മാരും. ഇവരെപ്പറ്റി കൂടുതൽ വിവരം താഴെ വരുന്നുണ്ട്. നിരീശ്വരവാദികളെക്കുറിച്ചും പ്രകൃതിവാദികളെക്കുറിച്ചും ഖുർആനിൽ പലതും പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിലും ഖുർആൻ അവതരിച്ച കാലത്ത് ഒരു പ്രത്യേക കക്ഷിയെന്ന നിലക്ക് അവർ നിലവിലുണ്ടായിരുന്നില്ല. ആകയാൽ അവരുമായുള്ള സംവാദങ്ങൾ ഖുർആനിൽ താരതമ്യേന കുറവായി കാണാം. ഈ വിജ്ഞാന വിഭാഗത്തെപ്പറ്റി പ്രധാനമായും പ്രതിപാദിക്കപ്പെടുന്ന ശാസ്ത്രമാണ് ഇൽമുൽ കലാം ഔ ഇൽമുൽ അഖായിദ് അഥവാ ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രം. 3. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അനുഗ്രഹങ്ങൾ ആദിയായവയെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ. 4. സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ സൽഫലങ്ങളും അവിശ്വാസികളായ ദുർജനങ്ങളുടെ ദുഷ്ഫലങ്ങളും ഉദാഹരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ വിവരണം. 5. മരണം, മരണാനന്തര ജീവിതം, വിചാരണ, രക്ഷാശിക്ഷകൾ തുടങ്ങിയ പാരത്രിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം. ഈ 3 തുറകളിലും വിരചിതമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഈ 5 തരം വിജ്ഞാനങ്ങളിൽ അവസാനത്തെ 4 ഇനങ്ങൾക്കാണ് ഖുർആൻ ഒന്നാമത്തേതിനേക്കാൾ പ്രാധാന്യം നൽകി കാണുക. കാരണം സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിക്കുന്നതിന് മുമ്പായി കാർമ്മിക നിയമങ്ങൾ ഉപദേശിച്ചിട്ട് ഫലമില്ലല്ലോ. സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിച്ചു കഴിഞ്ഞവർക്ക് അവരുടെ ചര്യയെ വ്യവസ്ഥപ്പെടുത്തുന്നതിനാവശ്യമായ നിയമങ്ങളെപ്പറ്റി അറിയേണ്ടുന്ന ആവശ്യം നേരിടുകയും അവരത് അനുഷ്ഠാനത്തിൽ വരുത്തിക്കൊള്ളുകയും ചെയ്യും. നേരെ മറിച്ച് അവിശ്വാസത്തിലും ദുർമാർഗത്തിലും മുഴുകിക്കിടക്കുന്നവരെ
അതിൽ നിന്ന് മോചിപ്പിച്ച് സത്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉപദേശ ലക്ഷ്യങ്ങളാകട്ടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ചു കേൾപ്പിച്ചാൽ മതിയാവുകയില്ല. അവർക്ക് മാനസാന്തരമുണ്ടാകുന്നതുവരെ ആവർത്തിച്ചും വിവരിച്ചും കേൾപ്പിക്കൽ ആവശ്യമാകുന്നു. ഇതുകൊണ്ടാണ് പ്രവാചകത്വത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവതരിച്ച സൂറത്തുകളിൽ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഉൾക്കൊള്ളുന്ന ഭാഗം അധികമൊന്നും കാണാതിരിക്കുന്നത്. ജനങ്ങൾ സത്യമാർഗവുമായി പരിചയപ്പെടുകയും മൂലസിദ്ധാന്തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് കർമ്മവശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ മിക്കവാറും അവതരിക്കുവാൻ തുടങ്ങിയത്. അജ്ഞതാന്ധകാരത്തിൽ മുഴുകിക്കിടക്കുന്ന ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഉപദേശകന്മാരും ഖുർആന്റെ ഈ നയം അനുകരിക്കേണ്ടതാകുന്നു. ഇറാഖുകാരനായ ഒരാളോട് ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ച ചില വാക്യങ്ങൾ ഇവിടെ സ്മരണീയമാകുന്നു. ആ വാക്യങ്ങളുടെ സാരം ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ചത് മുഫസ്സലായ അഥവാ ചെറിയ സൂറത്തുകളിൽ ഒന്നായിരുന്നു. അതിൽ സ്വർഗനരകങ്ങളെപ്പറ്റി പ്രസ്താവിച്ചിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നപ്പോൾ ഹലാലും ഹറാമും അഥവാ മതനിയമങ്ങൾ അവതരിക്കുകയുണ്ടായി. ആദ്യം തന്നെ നിങ്ങൾ കള്ളുകുടിക്കരുത് എന്ന് അവതരിച്ചിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേക്കും, ഞങ്ങൾ ഒരിക്കലും കള്ള് ഉപേക്ഷിക്കുകയില്ല എന്ന്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് അവതരിച്ചിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേക്കും, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഉപേക്ഷിക്കുകയില്ല എന്ന്. ഞാൻ കളിച്ചു നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്ന കാലത്ത് അഥവാ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ മക്കയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വചനം അവതരിച്ചു: പരിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വ അമർ. അഥവാ പക്ഷേ അന്ത്യസമയമത്രേ അവരുടെ നിശ്ചിത സമയം. അന്ത്യസമയമാകട്ടെ ഏറ്റവും ആപൽക്കരവും ഏറ്റവും കൈപ്പുരസമുള്ളതുമായിരിക്കും. സൂറത്തുൽ ബഖറയും സൂറത്തു നിസാഉം ആകട്ടെ ഞാൻ തിരുമേനിയുടെ അടുക്കൽ വന്നതിനു ശേഷം അഥവാ മദീനയിൽ വെച്ച് അല്ലാതെ അവതരിച്ചിട്ടില്ല. ബുഖാരി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആദ്യമായി അവതരിച്ചത് സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങളാണെങ്കിലും അനന്തരം കുറേ ദിവസങ്ങളോളം വഹി വരാതിരിക്കുകയുണ്ടായല്ലോ. പിന്നീട് ആദ്യമായി അവതരിച്ചത് സൂറത്തുൽ മുദ്ദസിർ ആയിരുന്നു. ഈ സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം അവതരിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം ചൂണ്ടിക്കാട്ടിയത്. പിന്നീട് ചൂണ്ടിക്കാട്ടിയ വചനം സൂറത്തുൽ ഖമറിലെ 46-ാം വചനവുമാകുന്നു. മേൽപ്പറഞ്ഞ 5 തരം വിജ്ഞാന വിഭാഗങ്ങളെക്കുറിച്ച് അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് വിവരിക്കാം. അതിനു മുമ്പായി ഖുർആന്റെ പ്രതിപാദന സ്വഭാവത്തെപ്പറ്റി ചിലത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രതിപാദന രീതി. ഖുർആനിൽ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന രീതി ഒരു പ്രത്യേക തരത്തിലുള്ളതാകുന്നു. ശാസ്ത്രം, ചരിത്രം, സാഹിത്യം തുടങ്ങിയ കൃതികളിലൊന്നും തന്നെ സ്വീകരിക്കപ്പെടാറുള്ള പ്രതിപാദന രീതിയും സംസാര ശൈലിയും അല്ല ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വിഷയമോ സംഭവമോ വിവരിക്കുമ്പോൾ അതു സംബന്ധമായ എല്ലാ കാര്യവും അവിടെ തന്നെ വിവരിക്കുക. ആദ്യം തൊട്ട് അന്ത്യം വരെ എല്ലാ വശങ്ങളും ഉപാധികളും ക്രമമായി അതിൽ ഉൾക്കൊള്ളിക്കുക. ഒരു വിഷയം തീർന്ന ശേഷം മാത്രം മറ്റൊന്നിലേക്കു നീങ്ങുക. ആദ്യം പ്രസ്താവിച്ചതുമായി പ്രത്യക്ഷബന്ധമുള്ള വിഷയം മാത്രം തുടർന്ന് പ്രസ്താവിക്കുക. ഇന്ന അധ്യായത്തിൽ ഇന്നിന്ന വിഷയങ്ങൾ വിവരിക്കണമെന്നു നിഷ്കർഷിക്കുക. ഇത്യാദി കാര്യങ്ങളൊന്നും ഖുർആനിൽ പതിവില്ല. ഗ്രന്ഥരചനയും ശാസ്ത്രവിജ്ഞാനങ്ങളും പ്രചാരത്തിൽ വന്നുകഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാലത്തും അവയുമായി പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരു ജനതാമധ്യത്തിലാണല്ലോ ഖുർആൻ അവതരിച്ചത്. അതേസമയത്ത് തങ്ങളറിയാതെ തന്നെ സാഹിത്യത്തിൻ്റെ മുൻപന്തിയിൽ ആ ജനത എത്തിക്കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. കവിതകളും പ്രസംഗങ്ങളുമാണ് അവരുടെ സാഹിത്യരംഗങ്ങൾ. ഈ പരിതസ്ഥിതിയിൽ ഒന്നാമതായി പ്രസ്തുത ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് അവതരിക്കുന്ന ദൈവിക ഗ്രന്ഥം അവർക്ക് പരിചിതമല്ലാത്ത ഒരു ശൈലീ സമ്പ്രദായത്തോടുകൂടി ആയിരിക്കുന്നത് യുക്തമല്ലല്ലോ. ആ ഗ്രന്ഥമാകട്ടെ ലോകാവസാനം വരെയുള്ള ജനങ്ങളെ ആകമാനം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ജനതക്കും ഭാവി തലമുറകൾക്കും ഒരുപോലെ ഹൃദ്യവും ആസ്വാദ്യകരവുമായി തീരുന്ന ഒരു സ്വഭാവ വിശേഷതയോടുകൂടിയായിരിക്കണം ആ ഗ്രന്ഥം. അങ്ങനെ ഖുർആൻ അവതരിച്ച കാലത്തേക്കും ഭാവി കാലങ്ങൾക്കും പറ്റിയ ഒരു പ്രത്യേക തരം പ്രതിപാദന രീതിയാണ് ഖുർആനിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. ഖുർആന്റെ പല സവിശേഷതകളിൽ ഒന്നത്രേ അത്. സർവസ്വീകാര്യമായ തത്വങ്ങളുടെയും പൊതുവിൽ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ സുഗ്രാഹ്യവും സുപരിചിതവുമായ ഉപമകൾ സഹിതം സുവ്യക്തങ്ങളായ ലക്ഷ്യദൃഷ്ടാന്തങ്ങളോടുകൂടി മനസ്സിന് സമാധാനവും മനസ്സാക്ഷിക്ക് യുക്തവുമായി തോന്നുന്ന ന്യായവാദങ്ങളോടുകൂടി അത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ചിലപ്പോൾ വളരെ സംക്ഷിപ്തമായി ഉദ്ധരിച്ച ഒരു വാർത്ത മറ്റൊരിക്കൽ വളരെ സവിസ്തരമായി പ്രതിപാദിക്കും. ശാസ്ത്രീയവും താർക്കികവുമായ സാങ്കേതികാടിസ്ഥാനത്തിൽ വിഷയങ്ങളെ ക്രമീകരിച്ച് ശ്രോതാക്കളെ ഉത്തരം മുട്ടിച്ച് വിജയഭേരി അടിക്കുന്ന സമ്പ്രദായം അതിനില്ല. ഹൃദയം കവരുന്നതും
മനസ്സിനെ വശീകരിക്കുന്നതുമായ ഒരു നയമാണ് അത് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ താർക്കികവും ശാസ്ത്രീയവുമായ അടിസ്ഥാനത്തിൽ ഖണ്ഡനങ്ങളോ വിമർശനങ്ങളോ ഖുർആനിൽ തീരെ ഇല്ലെന്ന് ഇതിനർത്ഥമില്ല. നിശ്ചയമായും അതുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ ദൃഷ്ടിയിൽ അതിൻ്റെ നയവും പതിവും മുകളിൽ പറഞ്ഞതാണെങ്കിലും സമർത്ഥനായ ഒരു എതിർവാദിയെ സംബന്ധിച്ചിടത്തോളം അത് ശാസ്ത്രരീത്യാ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളെ സംവിധാനം ചെയ്തിട്ടുള്ളതായി അവന് അനുഭവപ്പെടുന്നതാണ്. പൊള്ളവാദങ്ങൾക്ക് വായടപ്പൻ മറുപടിയും മുഷ്ടിവാദങ്ങൾക്ക് കടുത്ത മറുപടിയും അതു നൽകും. ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിലോ തത്വസംഹിതയിലോ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ആ സംഹിതയിലെ ഓരോ വശവും ഓരോ ഖണ്ഡികയും പ്രത്യേകം എടുത്തുകാട്ടി സമ്മതിപ്പിക്കുവാനോ അയാളുടെ അടുക്കൽ തികച്ചും സ്വീകാര്യമായ അടിസ്ഥാനത്തിൽ അവയെ ന്യായീകരിച്ചു കാണിക്കുവാനോ സാധ്യമാകുകയില്ല. നേരെ മറിച്ച് ചില പ്രാഥമിക തത്വങ്ങളും മൗലിക സിദ്ധാന്തങ്ങളുമായിരിക്കണം ആദ്യം അയാളുടെ ശ്രദ്ധയ്ക്കു വിഷയമാക്കേണ്ടത്. അയാളുടെ ബുദ്ധിക്കും യുക്തിക്കും അവ യോജിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട ശേഷം മറ്റുള്ള തത്വങ്ങളിലേക്കു നീങ്ങണം. ആ പ്രാഥമിക തത്വങ്ങളും മൂലസിദ്ധാന്തങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഈ നീക്കം. പിന്നീട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഭാഗങ്ങളിലേക്കു നീങ്ങാം. ഉദാഹരണമായി, ഒരാൾ പ്രജായത്ത ഭരണ സമ്പ്രദായത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്തവനും തനി രാജകീയ ഭരണത്തിൽ മാത്രം വിശ്വാസമുറപ്പിച്ചവനുമാണെന്ന് വിചാരിക്കുക. എന്നിരിക്കെ ഒരു പ്രജായത്ത ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളും അതത് വകുപ്പനുസരിച്ചുള്ള നിയമങ്ങളും എടുത്തുകാട്ടി അവയുടെ ഗുണഗണങ്ങൾ അയാളെക്കൊണ്ട് സമ്മതിപ്പിക്കുക സാധ്യമല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെയും ഖുർആന്റെയും സ്ഥിതിയും. അതിൽ വിശ്വസിക്കാത്തവരെയും അതിൻ്റെ എതിരാളികളെയും അതിലെ ഓരോ ഇനങ്ങളും വെവ്വേറെ പെറുക്കിയെടുത്ത് അവരുടെ അടുക്കൽ സുസമ്മതമായ ഒരു അടിസ്ഥാനത്തിൽ തലകുലുക്കി സമ്മതിപ്പിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല. അതിന് പരിശ്രമിക്കുന്നത് പലപ്പോഴും പാഴ്വേലയായിരിക്കും. ചില തത്വങ്ങളെപ്പറ്റി അയുക്തികമെന്നോ മറ്റോ വിധി കൽപ്പിച്ചു തള്ളിക്കളയുവാൻ അതു കാരണമാകും. മാത്രമല്ല, ഈ സാഹസത്തിന് മുതിരുന്നവർ ചിലപ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ വളച്ചുതിരിച്ച് ഒപ്പിച്ച് കാണിച്ചു കൊടുക്കുവാനോ ചില വിട്ടുവീഴ്ചകളോടുകൂടി യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുവാനോ നിർബന്ധിതരായെന്നും വരും. നിരീശ്വരവാദിയായ ഒരുവനോട് തൗഹീദിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചോ പരലോക കാര്യങ്ങളെക്കുറിച്ചോ നമസ്കാരം, നോമ്പ് മുതലായവയെക്കുറിച്ചോ വേദമോദിയിട്ടു കാര്യമില്ല. ആദ്യമായി ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളും അതിനുശേഷം ആ സൃഷ്ടാവിൻ്റെ അനിവാര്യമായ ഗുണങ്ങളും ബോധ്യപ്പെടുത്തണം. അനന്തരം ഒരു മതത്തിൻ്റെ ആവശ്യം, പ്രവാചകന്മാരുടെ ആവശ്യം, വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യം, അവയുടെ സാധ്യത, സംഭവ്യത എന്നിങ്ങനെ പലതും അയാൾക്ക് വിശ്വാസ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഖുർആൻ ദൈവഗ്രന്ഥമാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ തിരുദൂതനാണെന്നുമുള്ളതുവരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഖുർആനിലെ ഓരോ തത്വവും ഓരോ നിയമവും തൊട്ടെണ്ണി അയാളുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാക്കുവാൻ നിവൃത്തിയുള്ളൂ. അല്ലാത്ത പക്ഷം ഏതോ ചില കാര്യങ്ങൾ അയാളുടെ മനസ്ഥിതിക്കും താൽപ്പര്യത്തിനും യോജിച്ചവ മാത്രം അയാൾക്ക് സമ്മതിക്കുവാൻ സാധിച്ചേക്കുമെങ്കിലും പലതും അയാളെ സമ്മതിപ്പിക്കുവാൻ കഴിയാത്തവയായിരിക്കും. ഉദാഹരണമായി, ഇസ്ലാമിലെ സക്കാത്ത് പദ്ധതിയെക്കുറിച്ച് പ്രശംസിച്ച് പ്രസംഗിച്ചേക്കാവുന്ന ഒരു അമുസ്ലിം അതേ സമയത്ത് അതിനേക്കാൾ ഖുർആൻ വില കൽപ്പിച്ചിട്ടുള്ള നമസ്കാരത്തെപ്പറ്റി പുച്ഛിച്ചു സംസാരിച്ചേക്കും. കാരണം സക്കാത്തിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് അയാൾക്ക് കുറേയെല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. നമസ്കാരത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെപ്പറ്റി ഊഹിക്കുവാനും ചിന്തിക്കുവാനും അയാൾക്ക് സാധിച്ചെന്ന് വരില്ല. നേരെ മറിച്ച് ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവ രണ്ടിനുമിടയിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിലെ ഏതാനും കർമ്മങ്ങളെ തത്വപരമായിട്ടെങ്കിലും സ്വീകരിക്കുവാൻ കഴിയും. അതേസമയത്ത് അതിലെ ചില ശിക്ഷാ നിയമങ്ങളെയോ വൈവാഹിക നിയമങ്ങളെയോ അനുകൂലിക്കുവാൻ കഴിഞ്ഞെന്നു വരികയില്ല. ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളാകട്ടെ നാനാമുഖങ്ങളോടുകൂടിയവയായിരിക്കും. നിരീശ്വരവാദികളെയും നിർമ്മതവാദികളെയും ഉദ്ദേശിച്ചുള്ളത്, മതാവലംബികളാണെങ്കിലും ദൈവിക മതാവലംബികളല്ലാത്തവരെ ഉദ്ദേശിച്ചുള്ളത്, ഏകദൈവ വിശ്വാസികളാണെങ്കിലും നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവരെ സംബന്ധിച്ചുള്ളത്, ഖുർആനെയും പ്രവാചകനെയും സ്വീകരിച്ചിട്ടുള്ള സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്, ഇങ്ങനെ പല രീതിയിലുമുള്ളതായിരിക്കും. ആകയാൽ ഏതേത് തുറകളിലൂടെയാണ് അത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കിയും
ഏതേത് അടിസ്ഥാനത്തിലാണത് പ്രതിപാദിക്കുന്നതെന്ന് ആലോചിച്ചും വേണം ഓരോന്നിൻ്റെ തെളിവും ന്യായവും പരിശോധിക്കുവാൻ. മൗലിക സിദ്ധാന്തങ്ങളും ശാഖാനിയമങ്ങളും ഒരേ മാനദണ്ഡം വെച്ചുകൊണ്ട് അളക്കുന്നതും യുക്തമല്ല. മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരും അഥവാ മലയാള ഭാഷ അറിയുന്നവരെല്ലാം നമ്മുടെ ഈ ഗ്രന്ഥവും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളും വായിച്ചറിയണമെന്നാണ് നമ്മുടെ ആവശ്യവും അഭിലാഷവും. അപ്പോൾ ആർക്കെങ്കിലും ഖുർആനിൽ പ്രസ്താവിച്ചതോ അതിൻ്റെ പ്രസ്താവനാവൃത്തത്തിൽ അടങ്ങിയതോ ആയ വല്ല വിഷയത്തിലും എന്തെങ്കിലും പന്തികേടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കുന്ന പക്ഷം മേൽ വിവരിച്ച യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം അവർ വിധി കൽപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഏതൊരു വിഷയവും അതെത്ര പ്രധാനമോ അപ്രധാനമോ ആയിക്കൊള്ളട്ടെ യുക്തിപൂർവകവും ന്യായപൂർണവുമായി കാണാവുന്നതാകുന്നു. ഈ അടിസ്ഥാനം ഗൗനിക്കാതെയുള്ള ഏതു തീരുമാനവും ഖുർആനെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും തത്വസംഹിതയെ സംബന്ധിച്ചോ ആയിക്കൊള്ളട്ടെ കേവലം മൗഢ്യവും വിഡ്ഢിത്തവുമായിരിക്കും. ഈ അടിസ്ഥാനം വീക്ഷിച്ചുകൊണ്ടല്ലാതെ ഖുർആന്റെ ഓരോ തത്വവും വെവ്വേറെ മുറിച്ചെടുത്ത് എല്ലാത്തരം ആളുകളും പ്രഥമ ദൃഷ്ടിയിൽ തന്നെ നിരുപാധികം അംഗീകരിക്കത്തക്കവണ്ണം ചിത്രീകരിച്ചു കാണിക്കുവാൻ ശ്രമിക്കുന്നത് തികച്ചും പാഴ്വേലയായിരിക്കും. ഖുർആൻ പരിശോധിക്കുമ്പോൾ ഈ അടിസ്ഥാനം സ്വീകരിച്ചുകൊണ്ടു തന്നെയാണ് അത് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് കാണാവുന്നതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ചില തത്വങ്ങൾ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലും ചിലത് ഖുർആൻ വാക്യങ്ങളുടെയും നബിവചനങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിലും മറ്റു ചില കാര്യങ്ങൾ മുൻഗാമികളുടെ പ്രസ്താവനകളുടെയും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലും പ്രമാണപ്പെട്ട ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടു കാണുന്നതും. ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യവും ഉണർത്തുക, ഒരു വാദത്തിന്റെ ഖണ്ഡനത്തിൽ അതിൻ്റെ മറുവശത്തിന്റെ സ്ഥാപനവും ഉൾപ്പെടുത്തുക, തിന്മയെ വിമർശിക്കുന്നതോടൊപ്പം നന്മയെ പ്രശംസിക്കുകയും ചെയ്യുക, രക്ഷയെക്കുറിച്ചു സന്തോഷവാർത്ത അറിയിക്കുന്നതോടുകൂടി ശിക്ഷയെക്കുറിച്ചു താക്കീതും നൽകുക, പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നതിനിടയിൽ കൂടി ചരിത്ര ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടുക, സൃഷ്ടി മഹാത്മ്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന മധ്യേ സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങളും നിരത്തിക്കാട്ടുക മുതലായ പലതും ഖുർആന്റെ പതിവുകളാകുന്നു. അങ്ങനെ ശ്രദ്ധ കൊടുത്തു വായന ചെയ്യുന്നവരുടെ ജിജ്ഞാസ മന്ദീഭവിക്കുവാൻ അനുവദിക്കാതെ മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരിക്കുവാൻ അത് പ്രേരണ നൽകുന്നു. നിയമങ്ങൾ ഒരു ഭാഗത്ത്, ചരിത്രം ഒരു ഭാഗത്ത്, ഉപദേശങ്ങൾ ഒരു വശത്ത്, ഖണ്ഡനമണ്ഡനങ്ങൾ വേറൊരു വശത്ത് എന്നിങ്ങനെ പ്രത്യേക പംക്തികളായിരുന്നു ഖുർആനെങ്കിൽ ആ ഗ്രന്ഥം 2 or 4 തവണ പാരായണം ചെയ്താൽ പിന്നീടത് ആവർത്തിക്കുവാൻ ആവേശം തോന്നുമായിരുന്നില്ല. വിഷയങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് അതിൻ്റെ സാധാരണ പതിവാകുന്നു. കാർമ്മികമായ മതനിയമങ്ങൾ മാത്രം അങ്ങനെ ആവർത്തിക്കപ്പെടാറില്ല. ഓരോ ആവർത്തനത്തിലും മറ്റു സ്ഥലങ്ങളിൽ കാണപ്പെടാത്ത നവീനതകളും പുതുമകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. വാചക ഘടനകളും അലങ്കാര പ്രയോഗങ്ങളും ഒന്നിനൊന്ന് മാറ്റുകൂട്ടിക്കൊണ്ടുമിരിക്കും. വിഷയത്തിനും സന്ദർഭത്തിനും അനുയോജ്യമായ രീതിയിൽ മുമ്പ് പ്രസ്താവിച്ചതിന് ഉപോത്ബലകമെന്നോണം അർത്ഥഗർഭങ്ങളായ ചില വാക്കുകൾ കൊണ്ട് ആയത്തുകൾ അവസാനിപ്പിക്കുന്നതും ഖുർആന്റെ പല പ്രത്യേകതകളിൽ ഒന്നാകുന്നു. മിക്കവാറും ആയത്തുകളുടെ അവസാനം പരിശോധിച്ചാൽ ഇത് കാണാവുന്നതാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഖുർആൻ പാരായണം ഒരു പുണ്യകർമ്മമായി നിശ്ചയിക്കപ്പെട്ടതിലും അത് സദാ പാരായണം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതിലും അടങ്ങിയ രഹസ്യം ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. പക്ഷേ അതിൻ്റെ ഭാഷയിലൂടെയും അതിൻ്റെ സാഹിത്യ ശൈലിയിലൂടെയുമല്ലാതെ ഇപ്പറഞ്ഞ മഹൽ ഗുണങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടത്ര സാധ്യമല്ലെന്നുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഹൃദയ സാന്നിധ്യവും ഉറ്റാലോചനയും വായനക്കാരിൽ ഉണ്ടായിരിക്കുകയും വേണം. വമിനല്ലാഹി തൗഫീഖ്. ഓരോ ആയത്തും അതിൻ്റെ അടുത്ത ആയത്തും തമ്മിലും ഓരോ സൂറത്തും അടുത്ത സൂറത്തും തമ്മിലും പ്രത്യക്ഷ ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പതിവ് പല വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിരിക്കുന്നത് കാണാം. പലപ്പോഴും അതിലവർ വിജയിച്ചേക്കുമെങ്കിലും ചിലപ്പോഴെല്ലാം അതിനായി അവർ വളരെ സാഹസപ്പെടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖണ്ഡനങ്ങൾ, വിമർശനങ്ങൾ, മതവിധികൾ എന്നീ തുറകളിൽ വരുന്ന ആയത്തുകൾക്കെല്ലാം അവതരണ ഹേതുക്കളാകുന്ന ചില കഥകൾ കണ്ടുപിടിപ്പാനും ചിലർ മുതിരാറുണ്ട്. ഇതും തന്നെ മിക്ക സ്ഥലത്തും സ്വീകാര്യമായ ഏർപ്പാടല്ല. ചില ആയത്തുകളും ചില സൂറത്തുകളും തമ്മിൽ വിഷയപരമായി അടുത്ത ബന്ധം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. ചില ആയത്തുകൾ അവതരിച്ചതിന് പ്രത്യക്ഷ കാരണങ്ങളും ഉണ്ടായിരിക്കും. ചിലതിൻ്റെ അവതരണം വല്ല പ്രത്യേക സംഭവത്തെ തുടർന്നുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നോ
ഉണ്ടെങ്കിൽ തന്നെ അത് അജ്ഞാതമായെന്നോ വന്നേക്കാം. ചില സന്ദർഭങ്ങളിൽ ആയത്ത് അവതരിച്ച കാരണവും സന്ദർഭവും അറിയാത്ത പക്ഷം അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ പോലും പ്രയാസമായിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിശ്ചയമായും അത് ആരായേണ്ടതാണു താനും. ഖുർആന്റെ അവതരണ കാലത്ത് നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാര ദുരാചാരങ്ങളും ശത്രുക്കൾ അതിൻ്റെ നേരെ സ്വീകരിച്ചു വന്ന സമ്പ്രദായങ്ങളുമെല്ലാം തന്നെ അതത് വിഷയത്തെ സ്പർശിച്ചുകൊണ്ടുള്ള ആയത്തുകളുടെ അവതരണത്തിനു മതിയായ കാരണങ്ങളാകുന്നു. അഥവാ ഓരോ ആയത്തിനും പ്രത്യേകം അവതരണ ഹേതു ഉണ്ടായിരിക്കേണ്ടുന്ന ആവശ്യമില്ല. സൂറത്തുകളുടെ പ്രാരംഭങ്ങളും സമാപനങ്ങളും ഒരേ രീതിയിലല്ല ഉള്ളത്. അറബികൾക്കിടയിൽ പരിചയമുള്ളതും സാഹിത്യകാരന്മാർക്കിടയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നതുമായ പല രീതികളും ഖുർആൻ അംഗീകരിച്ചതായി കാണാം. പ്രസംഗം, കവിത, ലിഖിത രേഖകൾ, പ്രധാന സംഭാഷണങ്ങൾ ആദിയായവ ആരംഭിക്കുമ്പോൾ അവയുടെ ആദ്യത്തിൽ വർണ്ണന, പ്രശംസ, ദൈവസ്തോത്രം, ഉദ്ദേശ്യസൂചന മുതലായ പ്രാരംഭ ചടങ്ങുകൾ ഉണ്ടായിരിക്കുക സാധാരണമാണല്ലോ. അതുപോലെ തന്നെ വിഷയം അവസാനിക്കുമ്പോൾ ചില സമാപന ചടങ്ങുകളും സ്വീകരിക്കപ്പെട്ടേക്കും. ഇപ്രകാരം ഖുർആനിലും ചില സൂറത്തുകൾ അഥവാ അൽ അൻആം, അൽ കഹ്ഫ് മുതലായവ അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങളോടുകൂടി ആരംഭിച്ചു കാണാം. അൽ ബഖറ, നൂർ മുതലായ ചില സൂറത്തുകളുടെ ആരംഭത്തിൽ ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ സൂറത്ത് ഇന്ന പ്രകാരത്തിലുള്ളതാണ് എന്നിങ്ങനെ ഒരു മുഖവുര കാണാം. സൂറത്തു സുമർ, മുഅ്മിൻ മുതലായ ചില സൂറത്തുകളുടെ ആരംഭം ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു പീഠികയോടുകൂടിയാവും. മറ്റു ചില സൂറത്തുകൾ സ്വാഫാത്ത്, ദാരിയാത്ത് പോലെയുള്ളവ പ്രകൃതി വസ്തുക്കളെയോ മലക്കുകൾ മുതലായവയെയോ കുറിച്ചുള്ള വർണ്ണനകളാകുന്നു. മുനാഫിഖൂൻ, മുജാദല പോലെ ചില സൂറത്തുകൾ യാതൊരു ആമുഖവും കൂടാതെ ആദ്യം മുതൽക്കേ വിഷയത്തിൽ പ്രവേശിച്ചുകൊണ്ടുള്ളവയാണ്. സമാപന വേളയിലും ഇതുപോലെ വൈവിധ്യം കാണും. ഖുർആൻ സൂക്ഷിച്ചു വായിക്കുന്നവർക്ക് ഇതെല്ലാം സാമാന്യമായെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്.